മോഹിനി ഏകാദശി വ്രതത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് സൂര്യപുരാണത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഈ വ്രതം ഭക്തിയോടെ നോറ്റാൽ സകല പാപങ്ങളും ദുരിതങ്ങളും ശമിച്ച് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകുന്നു എന്നാണ് വിശ്വാസം. വനവാസകാലത്ത് സീതാവിയോഗത്താൽ ദുഃഖിച്ചിരുന്ന ശ്രീരാമദേവന് വസിഷ്ഠ മഹർഷി ഉപദേശിച്ചത് മോഹിനി ഏകാദശി വ്രതം അനുഷ്ഠിക്കാനായിരുന്നു. ശ്രീകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം യുധിഷ്ഠിരനും മോഹിനി ഏകാദശി നോറ്റിരുന്നു എന്ന് പുരാണങ്ങളിൽ പറയുന്നുണ്ട്. ഏകാദശി വ്രതാനുഷ്ഠാനം എങ്ങനെ എന്ന് നോക്കാം. ദശമി, ഏകാദശി, ദ്വാദശി എന്നീ 3 ദിവസങ്ങളിലായാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത്. ഏകാദശിയുടെ തലേന്നായ ദശമി ദിവസം ഒരിക്കലൂണ് അഭികാമ്യം. ഏകാദശി ദിനം പൂർണ്ണമായി ഉപവസിക്കുകയോ അതിന് സാധിക്കാത്തവർ ഒരു നേരം പഴങ്ങൾ മാത്രം കഴിക്കുക, അരിയാഹാരമൊഴികെയുള്ള ലഘുഭക്ഷണം കഴിക്കുക. എണ്ണ തേച്ച് കുളിക്കരുത്, പകലുറക്കം പാടില്ല. പ്രഭാത സ്നാനത്തിന് ശേഷം ശുദ്ധമായ വസ്ത്രം ധരിച്ച് ഭഗവാനെ ധ്യാനിക്കുകയും സാധിക്കുമെങ്കിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വിഷ്ണു സൂക്തമോ ഭാഗ്യസൂക്തമോ പുരുഷ സൂക്തമോ കൊണ്ടുള്ള അർച്ചന നടത്തുകയും ചെയ്യുക. അന്നേ ദിവസം മുഴുവൻ അന്യചിന്തകൾക്കൊന്നും ഇടം നൽകാതെ തെളിഞ്ഞ മനസ്സോടെ ഭഗവത് മന്ത്രങ്ങളിൽ മുഴുകിയിരിക്കുക. വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതും ഉത്തമമാണ്. ഭാഗവതം, നാരായണീയം, ഭഗവത്ഗീത എന്നീ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുകയോ ശ്രവിക്കുകയോ ചെയ്യുക. ഏകാദശിയുടെ പിറ്റേന്ന് ദ്വാദശി ദിവസം ഹരിവാസര സമയത്തിന് ശേഷം മലരും തുളസിയിലയുമിട്ട തീർത്ഥം സേവിച്ച് പാരണ വീടുക. മോഹിനി ഏകാദശി ദിനത്തിൽ തുളസി പൂജ പ്രധാനമാണ്. മന്ത്രജപത്തോടെ തുളസിക്ക് 3 തവണ പ്രദക്ഷിണം വെച്ച് തീർത്ഥം ചുവട്ടിൽ ഒഴിച്ച് തൊട്ടു തൊഴുതാൽ സർവ്വരോഗ ദുരിതങ്ങളും പാപശാന്തിയുമാണ് ഫലം. ഈ സവിശേഷ ദിനത്തിൽ ഭഗവാനെ നെയ്വിളക്ക് സമർപ്പിക്കുന്നത് അതീവ ശ്രേഷ്ഠമാണ്.